ഹായ് നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ കമ്പനി ബോർഡ് LGSൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യലാണ്. രാവിലെ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞ പോലെ രാവിലെ ഒരു ചെറിയ വീഡിയോ, വൈകുന്നേരം അതിൻ്റെ ലൈവ് ഉണ്ടാവും, വൈകുന്നേരം രാത്രിക്കോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് അത് ജസ്റ്റ് പഠിച്ചു വെക്കുക, വൈകുന്നേരം ലൈവ് കയറുക. എന്നിട്ട് ബുക്ക് നോക്കാതെ, അതായത് എഴുതി വെച്ചതോ അല്ലെങ്കിൽ പഠിച്ചതോ നോക്കാതെ ലൈവിൽ ചോദിക്കുന്നതിന് കറക്റ്റായിട്ട് ആൻസർ പറയാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം PSC തന്നെ ഒരു റിവിഷൻ ടൈപ്പാണ്, റിവിഷനാണ് സംഭവം ശരിക്കും. അതായത് നമ്മൾ വെറുതെ ഇങ്ങനെ പഠിച്ചു വെച്ച് കാര്യമില്ല, അത് പുറത്തെടുക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മൈൻഡിൽ അത് ഉണ്ടാവും ഇല്ലയോ എന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ മോക്ക് ടെസ്റ്റായി മാറുന്നത് നമ്മൾ എക്സാം ആയിരിക്കും. അപ്പോൾ അന്ന് കുറേ തെറ്റ് വരും. അപ്പോൾ ഇപ്പോഴും നമ്മൾ തിരിച്ച് ശരിയാക്കി കൊണ്ടുവരുക വേണ്ടത് എക്സാം വഴേക്കും. നമ്മൾ ഡെയിലി ലൈവ് പോയി കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മാറിക്കിട്ടും, ആ പ്രശ്നം മാറിക്കിട്ടും. എപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് പോലെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനാവും. ഓക്കെ, അപ്പോൾ ഈ തംബ്നെയിൽ കണ്ട പോലെ തന്നെ യൂറോപ്യന്മാരുടെ ആഗമനമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അതായത് ഒട്ടുമിക്ക പരീക്ഷയിലും ഈ ഒരു ഭാഗം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചില സമയത്ത് ഈ സിലബസിലൊക്കെ കൊടുത്തിട്ടുണ്ടാകില്ല. എന്നാൽ പോലും ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അധികം കാണലുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഒരു 60 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഈ 60 ക്വസ്റ്റ്യനിൽ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു 1-2 മാർക്ക് എല്ലാ എക്സാമിലും പിടിക്കാനാവും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, എന്നല്ലേ ഫസ്റ്റ് ചോദ്യം. ഓക്കെ, ഇന്ത്യയിൽ എത്തിയ ആദ്യത്തെ വിദേശികൾ. ഓക്കെ, ഇന്ത്യയിൽ എത്തിയ ആദ്യത്തെ വിദേശികൾ. ഓക്കെ, ആരാണ്? ഞാനിങ്ങനെ ചോദ്യം പറയാം, നിങ്ങളത് മൈൻഡിലൊന്ന് ഓർമ്മിച്ച് വെക്കണേ. കിട്ടുന്നില്ലെങ്കിൽ ഒഴിവാക്കിയ ആൻസർ പറയുമ്പോൾ അത് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അങ്ങനെ ഇതുവരെ റിവിഷനായിട്ട് കിട്ടും. ഈ ചോദ്യം ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതി കാണിക്കാത്തത് കൊണ്ട് തന്നെ റിവിഷനായി കിട്ടും. പക്ഷേ എഴുതി കാണിക്കാത്തത് കൊണ്ടല്ല, എനിക്കതിലെ സജ്ജീകരണം നിലവിലില്ലാത്തതുകൊണ്ടാണ്. പിന്നെ എനിക്ക് പുറത്ത് പണിയുണ്ട്, അപ്പോൾ പോയി വന്നതിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ എഴുതി ടൈപ്പ് ചെയ്ത് കാണിക്കരുത്. പക്ഷേ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറയുമ്പോൾ നിങ്ങളത് മൈൻഡിൽ നിന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ, മനസ്സിലോർമ്മിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വീണ്ടും റിവിഷൻ അടിക്കുക ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിൽ ആദ്യമെത്തിയ വിദേശികൾ അറബികൾ. ഓക്കെ, ഇന്ത്യയിൽ എത്തിയ ആദ്യ വിദേശികൾ അറബികളാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ തൊട്ടടുത്ത് തന്നെയല്ലേ. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികളാണ്. അറബികൾ. ഓക്കെ, കടൽ മാർഗം. ഓക്കെ, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസാണ്. ഓക്കെ, ഒന്നും കൂടി, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസ്. ഓക്കെ, ഇന്ത്യയിൽ അവസാനം എത്തിയ യൂറോപ്യൻ ശക്തി ഫ്രഞ്ചാണ്. ഇന്ത്യയിൽ അവസാനം എത്തിയ യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാർ. ഓക്കെ, ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരിച്ചു പോയത് ഡച്ചുകാർ. ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാർ. ഓക്കെ, ഇന്ത്യയിൽ നിന്ന് അവസാനം പോയത് പോർച്ചുഗീസ്. ഒന്നും കൂടി പറയാം, ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശി അറബിയാണ്. ഓക്കെ, ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശി അറബിയാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസ്. ഓക്കെ, ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാർ. ഓക്കെ, ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരിച്ചു പോയത് ഡച്ചുകാർ. ഇന്ത്യയിൽ നിന്ന് അവസാനം തിരിച്ചു പോയത് പോർച്ചുഗീസ്. ഓക്കെ, പോർച്ചുഗീസുകാരെ കുറിച്ചിട്ട് ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 10 ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരിൽ ഏകദേശം മാർക്ക് കിട്ടും. ഓക്കെ, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡ് ഗാമ. ഓക്കെ, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡ് ഗാമയാണ്. 1498 കാപ്പാട്, കോഴിക്കോട്. ഓക്കെ, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡ ഗാമ 1498. ഓക്കെ, കരമാർഗം. ഓക്കെ, കരമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസ് സഞ്ചാരി ആരാ? കരമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറോഡ കോവിൽഹോ. ഓക്കെ, ഒന്നും കൂടി പറയാം, കടൽ മാർഗം വാസ്കോഡ ഗാമയാണ്. ഓക്കെ, കരമാർഗം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറോഡ കോവിൽഹ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1628 കേട്ടോ. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1628. 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ഭരണ സാന്നിധ്യമുണ്ടായിരുന്ന യൂറോപ്യൻ ശക്തി ആരാണ്? ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ഭരണസാധ്യത ഉണ്ടായിരുന്ന യൂറോപ്യൻ ശക്തി. എല്ലാവരും ബ്രിട്ടീഷുകാർ ഓർമ്മിക്കും, കുറേ ആൾക്കാർ ബ്രിട്ടീഷ് ഓർമ്മിക്കും, അറിയാത്തവർ ബ്രിട്ടീഷ് അല്ല, പോർച്ചുഗീസ്. ഓക്കെ, 1498 മുതൽ 1961 വരെ കേട്ടോ. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ഭരണത്തിലുണ്ടായിരുന്ന യൂറോപ്യൻ ശക്തി പോർച്ചുഗീസ്. 1498 വാസ്കോഡ് ഗാമ വന്ന മുതൽ
1961 കേട്ടോ, 1961 വരെയാണ്. 463 വർഷം കേട്ടോ, 463 വർഷമാണ് പോർച്ചുഗീസ് ഭരിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രം ഓക്കെ ഗോവയാണ്. ഗോവ. ഓക്കെ, വാസ്കോഡ് ഗാമ സ്ഥലം കണ്ടില്ല ഗോവയിൽ. ഓക്കെ, പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രം ഗോവയാണ്. ഗോവ. ഓക്കെ, ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി ആരാണ്? ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയാണ് അൽബുക്കറക്കാണ്. അൽപ്പൻ്റെ അൽബുക്കറക്ക്. ഓക്കെ, ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി അൽബുക്കറക്കാണ്. അൽബുക്കറക്ക് 1510 1510 ഗോവ കീഴടക്കിയത് കേട്ടോ. പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയത് അൽബുക്കറക്കിൻ്റെ നേതൃത്വത്തിൽ 1510 1510. ഓക്കെ, പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ആരുടെ അടുത്തുനിന്ന് അറിയാം? ബീജാപ്പൂർ സുൽത്താൻ കേട്ടോ. ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് കേട്ടോ, മുഹമ്മദ് ആദിൽ ഷായ ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചടക്കിയത് 1510 അൽബുക്കറക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഗോവ. ഓക്കെ, ഗോവ കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനി. ഓക്കെ, ഗോവ കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനി ആയിരുന്നു ദാമനും ദിയും കേട്ടോ. ദാമൻ ദിയു. ഓക്കെ, ഗോവ കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനി ആയിരുന്നു ദാമനും ദിയു ആണ്. ദാമൻ ദിയു. ഓക്കെ, സെറ്റ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർമ്മിക്കണേ. പോർച്ചുഗൽ രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യയിലെ പ്രദേശം ഏതാണ്? ഓക്കെ, പോർച്ചുഗൽ രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യയിലെ പ്രദേശം ഏതാണ്? ബോംബെ ആണ്. ബോംബെ. ഓക്കെ, ബോംബെ. പോർച്ചുഗൽ രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ സ്ത്രീധനമായി നൽകിയ പ്രദേശമാണ് ബോംബെ കേട്ടോ. ബോംബെ. ഓക്കെ, അടുത്തത് ഡച്ച് കേട്ടോ. പോർച്ചുഗീസുകാർ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഓർമ്മിച്ച് പഠിച്ചു വെച്ചാൽ മതി, എല്ലാവർക്കും കിട്ടും. ഇത് ഒന്നുകൂടി റിവിഷൻ അടിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി കിട്ടും. ഓക്കെ, ഡച്ചുകാർ. ഓക്കെ, അടുത്തത് 1595 കേട്ടോ. 1595 ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത്. ഓക്കെ, 1595 ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത്. ഓക്കെ, ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ച ആദ്യ പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗം. ഓക്കെ, ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ച ആദ്യ പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗമാണ് ഡച്ചുകാർ. ഓക്കെ, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602 കേട്ടോ. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. ഓക്കെ, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602 1602. ഓക്കെ, ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ച് ഡച്ചുകാരാണ്. ഓർമ്മിച്ചേ, ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ച് ഡച്ചുകാരാണ്. ഡച്ചുകാർ. ഓക്കെ, ഡച്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാ? ഡച്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലിപട്ടണം കേട്ടോ. മസൂലിപട്ടണമാണ്. ഓക്കെ, ഡച്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലിപട്ടണമാണ്. 1605 ഡച്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ അവരുടെ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? മസൂലിപട്ടണം 1605. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ഡച്ച് കോളനിയും വ്യാപാര കേന്ദ്രവും ഏതായിരുന്നു? ഓക്കെ, ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഡച്ച് കോളനിയും അവരുടെ വ്യാപാര കേന്ദ്രവും ഏതായിരുന്നു? ചിൻസുറ. ഓക്കെ, ചിൻസുറ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഏഷ്യയിലെ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ഏതായിരുന്നു? ഓക്കെ, ഏഷ്യയിലെ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ഏതായിരുന്നു? ഓക്കെ, ഇന്തോനേഷ്യ. ഒന്നുകൂടി പറയാം, ഏഷ്യയിലെ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ഏതായിരുന്നു? ഇന്തോനേഷ്യ. ഓക്കെ, ഡച്ചുകാർ അത്രയേ ഉള്ളൂ. അടുത്ത ഡെൻമാർക്ക്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യമാണ്, ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായപ്പോഴാണ്? ഒരു ഫാൻസി നമ്പറാണ്, ഫാൻസി. ഡെൻമാർക്ക്. ഓക്കെ, ഡാനിഷ്. ഓക്കെ, ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1616 1616. ഓക്കെ, ഡെൻമാർക്ക് 1616 മാർക്ക് ചെയ്തു. ഓക്കെ, ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1616 മാർക്ക് ചെയ്യുക. ഓക്കെ, ഡെൻമാർക്ക് 1616. ഓക്കെ, സെറ്റ്. അടുത്തത്, ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ച വർഷം എപ്പോഴാണ്?
ഡെൻമാർക്കുകാർ ഇന്ത്യയിലെ ഫാക്ടറി സ്ഥാപിച്ച വർഷം എപ്പോഴാണ്? 1620 കേട്ടോ. 1620 ഡെൻമാർക്കുകാർ ഇന്ത്യയിലെ ഫാക്ടറി സ്ഥാപിച്ചത്. 1620 20. ഓക്കെ. ഡെൻമാർക്കുകാരുടെ ഇന്ത്യയിലെ ഫാക്ടറികൾ ഏതായിരുന്നു? ഡെൻമാർക്കുകാരുടെ ഇന്ത്യയിലെ പ്രധാന ഫാക്ടറികളാണ് സെറാംപൂർ കേട്ടോ. സെറാംപൂർ ബംഗാളിലാണ്. സെറാംപൂർ ബംഗാളിലും ട്രാൻക്യുബാർ തമിഴ്നാടാണ്. ട്രാൻക്യുബാർ തമിഴ്നാട്. നമുക്ക് പറയാം ഡെൻമാർക്കുകാരുടെ ഇന്ത്യയിലെ പ്രധാന ഫാക്ടറികൾ സെറാംപൂർ ബംഗാളിലാണ്. ബംഗാളിലെ സെറാംപൂരും ട്രാൻക്യുബാർ തമിഴ്നാടാണ്. ട്രാൻക്യുബാർ തമിഴ്നാട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഡാനിഷുകാർ എന്ന് പറഞ്ഞാൽ ഡെൻമാർക്ക് കേട്ടോ. ഡാനിഷുകാർ എന്ന് പറഞ്ഞാൽ ഡെൻമാർക്കുകാർ 1620 ഓക്കെ. 1620 ഡാൻസ്ബോർഗ് കോട്ട. ഓക്കെ. ഡാൻസ്ബോർഗ് കോട്ട പണി കഴിപ്പിച്ച സ്ഥലം എവിടെയാണ്? ഓക്കെ. ഡാനിഷുകാർ 1620 ഡാൻസ്ബോർഗ് കോട്ട പണി കഴിപ്പിച്ച സ്ഥലം എവിടെയാണ്? ട്രാൻക്യുബാർ കേട്ടോ. ട്രാൻക്യുബാർ തമിഴ്നാടാണ്. ട്രാൻക്യുബാർ തമിഴ്നാട്ടിലാണ് കോട്ട പണി കഴിപ്പിച്ചത്. ഓർമ്മിച്ച ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡാനിഷുകാർ ഡെൻമാർക്കുകാർ 1620 ഡാൻസ്ബോർഗ് കോട്ട പണി കഴിപ്പിച്ചത് ട്രാൻക്യുബാർ തമിഴ്നാടാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ട്രാൻക്യുബാർ ഇപ്പോൾ അറിയപ്പെടുന്നത് എന്താ? ഓക്കെ. പറഞ്ഞു തരംഗമ്പാടിയാണ്. തരംഗമ്പാടി കേട്ടോ. തരംഗമ്പാടി തമിഴ്നാട്ടിലെ തരംഗമ്പാടി കേട്ടോ. ട്രാൻക്യുബാർ ഇപ്പോൾ അറിയപ്പെടുന്നത് തരംഗമ്പാടി തമിഴ്നാട്. ഓക്കെ. തരംഗമ്പാടി തമിഴ്നാടാണ്. തമിഴ്നാട്. ഓക്കെ. അടുത്ത ഫ്രഞ്ചുകാരാണ്. ഫ്രഞ്ചുകാർ. ഓക്കെ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ കേട്ടോ. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ച് കേട്ടോ. ഫ്രഞ്ചുകാർ. ഒന്നുകൂടി പറയാം. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാർ. അതുകൊണ്ട് തന്നെ അവരെ കമ്പനി അപ്പോൾ അവരുടെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് കുറച്ച് പുറകോട്ടായിരിക്കും. 1664. ഓക്കെ. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ഫ്രഞ്ചുകാർ. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1664. 1664. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഫ്രഞ്ച് ചക്രവർത്തി ആരായിരുന്നു? ഓക്കെ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഫ്രഞ്ച് ചക്രവർത്തി ലൂയി 14 ലൂയി 14. ഓക്കെ. ലൂയി 14. അത് ഓർമ്മിക്കാൻ വഴിയുണ്ട്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1664. ഓർമ്മിച്ചേ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1664. അല്ലേ? അപ്പോൾ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന ഫ്രഞ്ച് ചക്രവർത്തിയാണ് ലൂയി 14. ലൂയി 14 4 1664 4. ഓർമ്മിച്ചേ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1664. ഓക്കെ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഫ്രഞ്ച് ചക്രവർത്തി ലൂയി 14. ഓക്കെ. ലൂയി 14. ഓക്കെ. സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയായിരുന്നു? ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയാ? പോണ്ടിച്ചേരി കേട്ടോ. പോണ്ടിച്ചേരി. ഓക്കെ. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരിയാണ്. പോണ്ടിച്ചേരി ആസ്ഥാനമാണ് പോണ്ടിച്ചേരി. ഓക്കെ. പോണ്ടിച്ചേരിയുടെ പിതാവ് ആരാ? പോണ്ടിച്ചേരിയുടെ പിതാവ് ആരാണ്? പോണ്ടിച്ചേരിയുടെ പിതാവ് ഫ്രാങ്കോയിസ് മാർട്ടിൻ ആണ്. ഫ്രാങ്കോയിസ് മാർട്ടിൻ. ഓക്കെ. ഒന്നുകൂടി പോണ്ടിച്ചേരിയുടെ പിതാവാണ് ഫ്രാങ്കോയിസ് മാർട്ടിൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 1668. ഓക്കെ. 1668 ഫ്രാങ്കോയിസ് മാർട്ടിൻ്റെ നേതൃത്വത്തിൽ ഫ്രഞ്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചത് എവിടെയാണ്? ഒന്നുകൂടി പറയാം. 1668. ഓക്കെ. 1668 ഈ ഫ്രാങ്കോയിസ് മാർട്ടിൻ്റെ നേതൃത്വത്തിൽ ഫ്രഞ്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? സൂററ്റിലാണ്. ഓക്കെ. അടുത്തത് ഫ്രഞ്ചുകാരുടെ പ്രധാന ഫാക്ടറികൾ എവിടെയായിരുന്നു? ഫ്രഞ്ചുകാരുടെ പ്രധാന ഫാക്ടറി സ്ഥിതി ചെയ്തിരുന്നത് സൂററ്റിലുണ്ടായിരുന്നു. മസൂലി പട്ടണത്തിലുണ്ടായിരുന്നു. ചന്ദ്രനഗറിലുണ്ടായിരുന്നു. പോണ്ടിച്ചേരിയിലുണ്ടായിരുന്നു. ഒന്നുകൂടി പറയാം. ഫ്രഞ്ചുകാരുടെ പ്രധാന ഫാക്ടറികൾ സ്ഥാപിച്ചിരുന്ന സ്ഥലങ്ങളായിരുന്നു സൂററ്റ്, മസൂലി പട്ടണം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി. ഓക്കെ. അടുത്ത യുദ്ധങ്ങൾ നിലവിൽ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് അവരുടെ ഈ ഫ്രഞ്ചുകാരുടെ കൂടെ പറയേണ്ട യുദ്ധം ആയതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ പറയുന്നത്. ഓക്കെ. അതിന് വേറെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ല, കാരണം ഇത് അതിൻ്റെ കൂടുതൽ വരുന്നതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ കർണാട്ടിക് യുദ്ധം കേട്ടോ. കർണാട്ടിക് യുദ്ധം. ഓക്കെ. ഓർമ്മിച്ചേ. കർണാട്ടിക് യുദ്ധം. എന്താണ് കർണാട്ടിക് യുദ്ധം എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ആധിപത്യം ഇന്ത്യ രാജ്യത്ത് ഭരിക്കാൻ വേണ്ടി ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി
ബ്രിട്ടീഷുകാരും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം. ഓർമ്മിച്ചേ, ആരാ നടത്തിയെന്ന് ഓർമ്മിക്കണേ? ഇന്ത്യൻ ആധിപത്യം, അതെല്ലാം ഓർമ്മിച്ചാലും കുഴപ്പമില്ല. ഇന്ത്യൻ ആധിപത്യം. ഇന്ത്യയിൽ ഭരിക്കാൻ വേണ്ടി ആധിപത്യത്തിന് വേണ്ടിയിട്ട് ഫ്രഞ്ചുകാർ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും നടത്തിയ യുദ്ധമാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. 3 കർണാട്ടിക് യുദ്ധമുണ്ട്, 3 നമ്മൾ ഒന്ന് പഠിച്ചു നോക്കണം. കർണാട്ടിക് യുദ്ധം പറഞ്ഞു, ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഇന്ത്യയിൽ ഭരിക്കാൻ വേണ്ടി തമ്മിൽ തടിച്ചു നടച്ച യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധം. ബ്രിട്ടീഷുകാരും അതായത് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ മേഖല ഉൾപ്പെടുന്ന കർണാട്ടിക് പ്രദേശങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കർണാട്ടിക് യുദ്ധം എന്നറിയപ്പെടുന്നു. അതിൻ്റെ ഒന്നാം കർണാട്ടിക് യുദ്ധം. ഒന്നാം കർണാട്ടിക് യുദ്ധം യൂറോപ്പിൽ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാരണം യൂറോപ്പിൽ നടന്ന ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശത്തിൻ്റെ ഭാഗമായി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഇന്ത്യയിൽ വെച്ച് നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം. ഒന്നാം കർണാട്ടിക് യുദ്ധം എന്നോട് പറയാം. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാരണം യൂറോപ്പിൽ നടന്ന ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശത്തിൻ്റെ ഭാഗമായി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന പ്രധാന യുദ്ധമാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം. ഒന്നാം കർണാട്ടിക് യുദ്ധം 1746 മുതൽ 48 വരെ 1746 മുതൽ 48 വരെയാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം നടന്നത്. ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും യൂറോപ്പിലെ അവരെ ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ വെച്ച് നടന്ന യുദ്ധമാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം. ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും 1746 മുതൽ 1748 വരെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം കർണാട്ടിക് യുദ്ധ സമയത്തെ ഫ്രഞ്ച് ഗവർണർ ആരായിരുന്നു? ഒന്നാം കർണാട്ടിക് യുദ്ധ സമയത്തെ ഫ്രഞ്ച് ഗവർണർ ആരാണ്? ഡ്യൂപ്ലേ ആണ്. ഡ്യൂപ്ലേ. ഒന്നാം കർണാട്ടിക് യുദ്ധ സമയത്തെ ഫ്രഞ്ച് ഗവർണർ ഡ്യൂപ്ലേ ആണ്. ഡ്യൂപ്ലേ. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത ഇംഗ്ലീഷ് പ്രദേശം. അതായത് ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി പിടിച്ചെടുത്ത പ്രദേശം ഏതാ? മദ്രാസ്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത ഇംഗ്ലീഷ് പ്രദേശം, അതായത് ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ടായിരുന്ന പ്രദേശം ഫ്രഞ്ചുകാർ പിടിച്ചെടുത്തു. ഏതാ പിടിച്ചെടുത്തത് വെച്ചാൽ മദ്രാസാണ് പിടിച്ചെടുത്തത്. മദ്രാസ്. അങ്ങനെ ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കുമ്പോൾ ആക്സ്ലെ ചാപ്പൽ എന്നോ പറയുന്ന സന്ധി. ആക്സ്ലെ ചാപ്പൽ എന്ന സന്ധി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് ഫ്രഞ്ചുകാരെ തിരികെ കൊടുത്ത പ്രദേശമാണ് മദ്രാസ്. ആ പ്രദേശം തിരിച്ച് ബ്രിട്ടീഷുകാർക്കാണ് കൊടുത്ത്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ആക്സ്ലെ ചാപ്പൽ സന്ധിയുമായി ഫലമായി ബ്രിട്ടീഷുകാർക്ക് തിരികെ ലഭിച്ച പ്രദേശമാണ് മദ്രാസ്. ഇതേ സംഭവം തന്നെ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഫലമായി ഫ്രഞ്ചുകാർക്ക് തിരികെ ലഭിച്ച വടക്കേ അമേരിക്കയിലെ പ്രദേശം ലൂയിസ്ബർഗ് ആണ്. ഇന്ത്യയിൽ മദ്രാസ് തിരിച്ചു കൊടുത്ത് ബ്രിട്ടീഷുകാർക്ക് തന്നെ നേരെ വടക്കൻ അമേരിക്കയിലെ പ്രദേശത്ത് ലൂയിസ്ബർഗ് എന്ന സ്ഥലം ഫ്രാൻസിന് തിരിച്ചു കൊടുത്ത്. ഇത്രയേ ഉള്ളൂ. ഒന്നാം കർണാട്ടിക് യുദ്ധം ഇത്രയേ ഉള്ളൂ. 1746-48 കാലഘട്ടത്തിൽ നടന്നു. ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശത്തിന്റെ ഭാഗമായി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ അടിച്ച യുദ്ധമാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം. ഡ്യൂപ്ലേ ആയിരുന്നു ഫ്രഞ്ച് ഗവർണർ. മദ്രാസ് ആദ്യം ഫ്രഞ്ച് പിടിച്ചെടുത്ത്, പിന്നെ മദ്രാസ് ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു കൊടുത്തു. അതിന് പകരമായി ലൂയിസ്ബർഗ് ഫ്രഞ്ചുകാർക്കും തിരിച്ചു കൊടുത്തു. അടുത്തത് രണ്ടാം കർണാട്ടിക് യുദ്ധമാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധം അതിൻ്റെ കാരണം ഹൈദരാബാദിലും കർണാട്ടിക്കിലും ഉണ്ടായ പിന്തുടർച്ചാവകാശ തർക്കം കേട്ടോ. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാരണം ഹൈദരാബാദിലും കർണാട്ടിക്കിലും ഉണ്ടായ പിന്തുടർച്ചാവകാശത്തിൻ്റെ തർക്കം. രണ്ടാം കർണാട്ടിക് യുദ്ധം നടന്നത് 1748 മുതൽ 1754 വരെ. രണ്ടാം കർണാട്ടിക് യുദ്ധം നടന്നത് 1748 മുതൽ 1754 വരെ കേട്ടോ. 1748 മുതൽ 1754 വരെയാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം നടന്നത്. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് ആരാണ്? രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് റോബർട്ട് ക്ലൈവ് ആണ്. ഒന്നും കൂടി. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് റോബർട്ട് ക്ലൈവ് ആണ്. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ച് സേനയെ നയിച്ചത് ആരാ? ഡ്യൂപ്ലേ തന്നെയാണ്. ഡ്യൂപ്ലേ. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ച് ഗവർണർ ആയിരുന്ന ഡ്യൂപ്ലേയാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ച് സേനയെ നയിച്ചത് ഡ്യൂപ്ലേയാണ്. സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരുടെ കയ്യിൽ നിന്ന് ആർക്കോട്ട് പിടിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാ? രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരുടെ കയ്യിൽ നിന്ന് ആർക്കോട്ട് പിടിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയതാണ് റോബർട്ട് ക്ലൈവ് ആണ് കേട്ടോ. റോബർട്ട് ക്ലൈവ്.
ഓക്കെ, ഇത്രയേ ഉള്ളൂ രണ്ടാം കർണാട്ടിക് യുദ്ധം. 1748 മുതൽ 1754 വരെ രണ്ടാം കർണാട്ടിക് യുദ്ധം നടന്നു. ഓക്കെ, രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ഹൈദരാബാദിലും കർണാട്ടിക്കിലും ഉണ്ടായ പിന്തുടരാവശമാണ് അതിൻ്റെ കാരണം. ഓക്കെ, രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേന നയിച്ച റോബർട്ട് ക്ലൈവും രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ച് സേന നയിച്ചത് ഡ്യൂപ്ലെയും ആയിരുന്നു. ഓക്കെ, രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരുടെ കയ്യിൽ നിന്ന് ആർക്കോട്ട് പിടിച്ചത് റോബർട്ട് ക്ലൈവ് ആണ്. ഓക്കെ, സെറ്റ്. അത്രയേ ഉള്ളൂ. മൂന്നാം കർണാട്ടിക് യുദ്ധം ഇത് ഓർമ്മിച്ച് നോക്കണം. ഈ കർണാട്ടിക് യുദ്ധം ശരിക്കും ഓർമ്മിക്കണേ. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാരണം യൂറോപ്പിലെ സപ്തവത്സര യുദ്ധം കേട്ടോ. യൂറോപ്പിലെ സപ്തവത്സര യുദ്ധം ഒന്നും കൂടി പറയാം. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം യൂറോപ്പിൽ നടന്ന സപ്തവത്സര യുദ്ധം 1756. ഓക്കെ, ഈ 1756 സപ്തവത്സര യുദ്ധം നടന്നത് ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ തന്നെ കേട്ടോ. ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടന്ന യൂറോപ്പിൽ നടന്ന സപ്തവത്സര യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ കൊണ്ട് നടത്തിയ ഒരു യുദ്ധമാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം. മൂന്നാം കർണാട്ടിക് യുദ്ധം ഒന്നും കൂടി പറയാം. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാരണം യൂറോപ്പിൽ നടന്ന സപ്തവത്സര യുദ്ധം 1756. ഓക്കെ, ബ്രിട്ടനും ഫ്രാൻസാണ് നടത്തിയത്. ഓക്കെ, മൂന്നാം കർണാട്ടിക് യുദ്ധകാലത്തെ ഫ്രഞ്ച് ഗവർണർ ജനറലാണ് ആരാണ്? മൂന്നാം കർണാട്ടിക് യുദ്ധകാലത്ത് ഫ്രഞ്ച് ഗവർണർ ജനറൽ ആരാണ്? കൗണ്ട് ഡി ലാലി ആട്ടാ. കൗണ്ട് ഡി ലാലി. ഓക്കെ, മൂന്നാം കർണാട്ടിക് യുദ്ധകാലത്ത് ഫ്രഞ്ച് ഗവർണർ ജനറൽ കൗണ്ട് ഡി ലാലിയാണ്. കൗണ്ട് ഡി ലാലി. ഓക്കെ, ഓർമ്മിച്ചോക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത കാര്യം ഓർമ്മിച്ച് നോക്കണേ. ഈ മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഓക്കെ നടന്ന പോരാട്ടമെന്നോ, അതായത് മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഭാഗമായി നടന്ന യുദ്ധമെന്നോ മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഭാഗമായി നടന്ന പോരാട്ടമെന്നോ പറയുന്ന വേറൊരു യുദ്ധമുണ്ട്. അതാണ് വാണ്ടിവാഷ് യുദ്ധം കേട്ടോ. വാണ്ടിവാഷ് യുദ്ധം ഇത് ഓർമ്മിച്ച് നോക്കണേ. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന യുദ്ധം അല്ലെങ്കിൽ മൂന്നാം കർണാട്ടിക് ഭാഗമായിട്ട് നടന്ന പോരാട്ടം, അതിൻ്റെ പേരാണ് വാണ്ടിവാഷ് യുദ്ധം. ഓക്കെ, ഈ വാണ്ടിവാഷ് യുദ്ധം നടന്നത് 1760 വാണ്ടിവാഷ് യുദ്ധം നടന്ന വർഷം 1760. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഭാഗമായി നടന്ന പോരാട്ടമായ വാണ്ടിവാഷ് യുദ്ധം നടന്നത് 1760. ഓക്കെ, ഇന്ത്യയിൽ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം. ഓർമ്മിച്ചേ, ഇന്ത്യയിൽ ഫ്രാൻസിൻ്റെ പതനത്തിന് കാരണമായ യുദ്ധം വാണ്ടിവാഷ് യുദ്ധം 1760 നടന്നു. ഓക്കെ, വാണ്ടിവാഷ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. വാണ്ടിവാഷ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്. ഓക്കെ, വാണ്ടിവാഷ് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തിയ ഇംഗ്ലീഷ് സൈന്യാധിപൻ ആരാണ്? ഓക്കെ, വാണ്ടിവാഷ് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? കേണൽ അയർകൂട്ട്. ഓക്കെ, വാണ്ടിവാഷ് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? കേണൽ അയർകൂട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാണ്ടിവാഷ് യുദ്ധത്തിൽ പരാജയപ്പെട്ട ഫ്രഞ്ച് ഗവർണർ ജനറൽ ആരാ? വാണ്ടിവാഷ് യുദ്ധത്തിൽ പരാജയപ്പെട്ട ഫ്രഞ്ച് ഗവർണർ ജനറൽ നേരത്തെ പറഞ്ഞ ആൾ തന്നെയാണ്, കൗണ്ട് ഡി ലാലി. ഓക്കെ, നേരത്തെ പറഞ്ഞിരുന്നു മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ച് ഗവർണർ കൗണ്ട് ഡി ലാലി ആയിരുന്നു. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വാണ്ടിവാഷ് യുദ്ധം നടന്നത്. 1760 നടന്നു. ബ്രിട്ടനും ഫ്രാൻസും നടന്നു. ഫ്രാൻസ് പതനം നടന്നു അവിടെ 1760. തമിഴ്നാടാണ് വാണ്ടിവാഷ്. ഓക്കെ, വാണ്ടിവാഷ് യുദ്ധത്തിൽ പരാജയപ്പെട്ട ഫ്രഞ്ച് ഗവർണറാണ് കൗണ്ട് ഡി ലാലി. ഓക്കെ, ഒരു 3 ക്വസ്റ്റ്യൻ കൂടിയുള്ളൂ. ഇത് ഈ ഭാഗം ഫുൾ മാർക്ക് അടിക്കുക. ഓക്കെ, സന്ധികൾ. ഓക്കെ, ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി. ഓക്കെ, 1746 മുതൽ 1748 വരെ നടന്ന ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ആക്സ്ലേ ചാപ്പൽ. ഓക്കെ, ആക്സ്ലേ ചാപ്പൽ സന്ധി 1748. ഓർമ്മിച്ചേ, ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ആക്സ്ലേ ചാപ്പൽ. ഓക്കെ, ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ആക്സ്ലേ ചാപ്പൽ സന്ധി 1748. ഓക്കെ, സെറ്റ്. രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് പോണ്ടിച്ചേരി സന്ധി 1954. ഓക്കെ, രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി പോണ്ടിച്ചേരി സന്ധിയാണ് 1754. ഓക്കെ, രണ്ടാം കർണാട്ടിക് യുദ്ധം 1748 മുതൽ 1754 വരെയായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി 1754 പോണ്ടിച്ചേരി സന്ധി. ഓക്കെ, അടുത്തത് മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ്? മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് 1763 പാരീസ് ഉടമ്പടി. ഓക്കെ, മൂന്നാം കർണാട്ടിക് യുദ്ധം എപ്പോഴായിരുന്നു? 1758 മുതൽ 1763. ഓക്കെ, അതുകൊണ്ട് തന്നെ മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി 1763 പാരീസ് ഉടമ്പടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഒരു 60 ക്വസ്റ്റ്യനേ ഉള്ളൂ, 58 ക്വസ്റ്റ്യൻ ഉള്ളൂ. ഈ ഒരു 60 ക്വസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക്
യൂറോപ്യൻ ആഗമനത്തിലെ ഒട്ടുമിക്ക മാർക്കും കിട്ടും, ഏത് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷേ എങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെന്നെ ചോദിക്കും, ഇതെന്നെ ചോദിച്ച് കണ്ടുവരുന്നത്. ഓക്കെ, അതുകൊണ്ടൊന്നും പ്രശ്നമാക്കണ്ട, ഇത്രയേ ചോദിക്കൂ ഇതിൻ്റെ അകത്ത് നിന്ന്. നമുക്ക് LGSലും പ്രത്യേകിച്ച് ഇത്രയേ ചോദിക്കൂ. ഓക്കെ, അപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞു വെച്ചാൽ ഈ സാധനം ഒന്ന് പഠിച്ചു നോക്കുക, ഈ 60 ക്വസ്റ്റ്യൻ പഠിച്ചു നോക്കുക. വൈകുന്നേരം ലൈവിൽ വരുമ്പോൾ ഒന്ന് കാണാതെ പറയാൻ ശ്രമിക്കുക. കാണാതെ പറയാൻ കൂടി ചെയ്താൽ സെറ്റാണ്. പിന്നെ നാളെ അടുത്ത പഠിക്കുമ്പോൾ നാളെ വൈകുന്നേരം ഇന്നത്തെയും നാളത്തെയും കൂടി ഞാൻ ലൈവിൽ ഇമ്പോർട്ടൻ്റ് കാര്യം ചോദിക്കും. അന്നേരം നിങ്ങൾ വീണ്ടും അതായത് ബുക്ക് നോക്കാതെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുക, സെറ്റായിരിക്കും സംഭവം. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു 10-15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. ഓക്കെ, വേറെ ഒന്നുമില്ല. എന്നാൽ അപ്പോൾ വൈകുന്നേരം രാത്രി തൊട്ടാ ലൈവിൽ വരാം. എപ്പോഴാണ് ഇത് കഴിയുമെന്ന് പറയാനാവില്ല, വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യണോ. അതുകൊണ്ടാണ് ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പാക്കിയത്. കാരണം എന്ന് വെച്ചാൽ ലൈവിൽ എപ്പോഴാണ് വരാനാകുമെന്ന് പറയാൻ എനിക്ക് യൂട്യൂബിലൊന്നും പറയാനാവില്ലല്ലോ. അപ്പോൾ ഗ്രൂപ്പ് പറയേണ്ടിയിട്ടാണ് നിങ്ങൾ ഗ്രൂപ്പ് ഇതാക്കിയത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമില്ല ആണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ലൈവിൽ റിവിഷൻ ചെയ്യാൻ താല്പര്യമില്ലാണെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ. ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഞാനത് ആ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, ടെലിഗ്രാമിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. അതിലാണ് ഞാൻ പറയാം അങ്ങനെ എത്ര മണിക്കാണ് ലൈവ് വരുന്നതെന്ന്. ഓക്കെ, ഇതേട്ടാ നിങ്ങൾ റിവിഷൻ തന്നെയാണ്, മെയിൻ റിവിഷൻ തന്നെ കേട്ടോ. എല്ലാവരും സെറ്റാവും, ഒന്നും പഠിക്കേണ്ട. തുടക്കക്കാരായാലും ഇതേ സെയിം സാധനമേ ഉള്ളൂ, ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇത് നിങ്ങളൊരു 10-15 ദിവസം അടുപ്പിച്ച് പഠിച്ചു വെക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും ഇത്. അത്രയേ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരം ലൈവ് കാണാം. ഓക്കെ, എന്നാലേ എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, വേറെ ഒന്നുമില്ല. ഓക്കെ, എന്നാൽ ബൈ.